ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എനിക്കിപ്പോൾ ജിൻഡപ്പനെ കാണുമ്പോൾ വളരെ സഹതാപവും അതേപോലെ തന്നെ ഒരു പേടിയും തോന്നുന്നുണ്ട്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ജിൻഡപ്പൻ്റെ അവസ്ഥയെക്കുറിച്ച്. ജിൻഡപ്പൻ്റെ ഈ ഒരു അവസ്ഥക്ക് കാരണം ബിഗ് ബോസ് ആണോ എന്ന് ഞാനടക്കമുള്ളവർ സംശയിക്കുന്നുണ്ട്. ജിൻഡപ്പന് ബിഗ് ബോസ് ഏതോ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ജിൻഡപ്പൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നല്ലാത്തത് കൊണ്ട് ജിൻഡപ്പൻ അത് കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ലാലേട്ടൻ അവിടെ എടുത്തു പറയുന്നുണ്ട് ആ മരുന്നുകളൊക്കെ കഴിക്കണമെന്ന്. ഇതിനു മുമ്പ് സിബിൻ എന്ന മത്സരാർത്ഥിക്ക് മാനസിക വിഭ്രാന്തിക്കുള്ള മെഡിസിൻ കൊടുത്തെന്നും അത് സിബിൻ കഴിച്ചിട്ടില്ലെന്നും അത് പുറത്തു വന്ന് ഒരുപാട് ഇഷ്യൂകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജിൻഡപ്പനോട് ഇങ്ങനെ ഒരു മരുന്നിനെ കുറിച്ച് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ എല്ലാവർക്കും പേടിയാണ്. സിബിന് പ്രേക്ഷക പിന്തുണയുണ്ടെന്നും വിന്നറാവാനുള്ള ചാൻസ് ഉണ്ടെന്നും മനസ്സിലാക്കി ബിഗ് ബോസ് സിബിനെ മാനസികമായി തളർത്തി സിബിൻ കാണിച്ച ചില കാര്യങ്ങൾ മാനസിക വിഭ്രാന്തിയാണെന്ന് വരുത്തി തീർത്ത് എഡിറ്റ് ചെയ്ത് പുറത്ത് കാണിക്കുകയും ഒരു മനസാക്ഷിയുമില്ലാതെ അദ്ദേഹത്തിനെ പുറത്താക്കുകയും ചെയ്തതാണ്. അതേപോലെ ജിൻഡപ്പന് പ്രേക്ഷക പിന്തുണയുണ്ടെന്ന് ബിഗ് ബോസിനറിയാം. മാനസികമായി തളർത്തുന്നതിൻ്റെ അങ്ങേയറ്റം ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷേ ജിൻഡപ്പൻ അവിടെയൊന്നും തളരുന്നില്ല. ബിഗ് ബോസ് ആയാലും മറ്റു കണ്ടസ്റ്റൻ്റ് ആയാലും മാനസികമായും ശാരീരികമായും എങ്ങനെയൊക്കെ തളർത്തിയാലും ജിൻഡപ്പൻ പിടിച്ചു നിൽക്കുന്നു. അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണെന്ന് ജിൻഡപ്പൻ കരുതുന്നുണ്ട്. അവിടെയാണ് ജിൻഡപ്പനെ തളർത്താൻ ബിഗ് ബോസിന് കഴിയാതെ പോയത്. ഇപ്പോൾ ലാലേട്ടൻ്റെ എല്ലാ എപ്പിസോഡിലും ജിൻഡപ്പൻ്റെ ചെറിയ തെറ്റുകൾ പോലും ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തെ മനഃപൂർവ്വം തളർത്താൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. ജാസ്മിൻ, നോറ എന്നീ 2 കണ്ടസ്റ്റൻ്റുകളുടെ കാര്യങ്ങൾ പ്രത്യേകം എടുത്തു കാണിക്കുന്നതും അവരെ പരിഗണിക്കുന്നതും അവരുടെ പോസിറ്റീവായ കാര്യങ്ങൾ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നതും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജാസ്മിന് പ്രത്യേക പരിഗണന കൊടുക്കുന്ന സമയത്തെല്ലാം ജിൻഡപ്പൻ അത് പൊളിച്ചെടുക്കാറുണ്ട്. ഏറ്റവും മോശപ്പെട്ട ഗെയിം കളിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞത് ജിൻഡോയാണ്. ജിൻഡോയുടെ കുറേ പോരായ്മകൾ അവിടെ പറയുന്നുണ്ടായിരുന്നു. ജിൻഡോ ആ ഒരു സമയത്ത് ഒരു ആക്ഷൻ കാണിച്ചതും അത് ലാലേട്ടൻ എടുത്തെടുത്ത് അദ്ദേഹത്തിനെ അപമാനിക്കാൻ ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ജിൻഡപ്പൻ ചെയ്തത് അതൊരു തെറ്റ് തന്നെയാണ്, തെറ്റല്ലാതായി മാറില്ല. പക്ഷേ ഈ ജാസ്മിൻ എന്ന വ്യക്തി പല പ്രാവശ്യം ജിൻഡോയെ അപമാനിക്കുകയും ചീത്ത വിളിക്കുകയും എടോ പോട എന്ന വൃത്തികെട്ട വേർഡ്സുകൾ ഉപയോഗിക്കുകയും അടിക്കുകയും കറുത്ത മത്സ്യകന്യകൻ എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടും അതൊന്നും യാതൊരു പ്രശ്നമായിട്ട് കാണാത്ത ലാലേട്ടനും ബിഗ് ബോസും ഈ ഒരു ആക്ഷൻ വലിയൊരു പ്രശ്നമാക്കി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ബിഗ് ബോസ് എന്താണെന്നും ബിഗ് ബോസിൻ്റെ നാണം കെട്ട കള്ളക്കളികളും പ്രേക്ഷകർ മനസ്സിലാക്കി കഴിഞ്ഞു. ജാസ്മിൻ്റെ പല ഫേസുകളും മുഖങ്ങളും ഇങ്ങനെ പോസിറ്റീവായി കാണിച്ച് പ്രേക്ഷകർക്കിടയിൽ ഒരു ഇടം നൽകാനാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നത്. അത് ഒരു പരിധിവരെ വിജയിക്കുന്നുമുണ്ട്. എപ്പിസോഡിൽ ജാസ്മിൻ വെളുപ്പിക്കൽ ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജിൻഡപ്പനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ജിൻഡപ്പന് തന്നെ നിങ്ങൾ വോട്ട് കൊടുക്കുക. അദ്ദേഹത്തിന് ഇനി ചിലപ്പം സ്ക്രീൻ സ്പേസിൽ കണ്ടില്ല എന്ന് വരും. ഇതേപോലെ പല ചെറിയ കാര്യങ്ങൾ വലുതാക്കി ഊതിപ്പെറിപ്പിച്ച് എപ്പിസോഡിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ മാക്സിമം ഇല്ലാതാക്കാനും തളർത്താനും ശ്രമിച്ചു കൊണ്ടേയിരിക്കും.